പണ്ടാരാണ്ട് കൊച്ചിയിൽ കോണാൻ മേടിക്കാൻ പോയ കഥ പോലെ നമ്മുടെ പോക്ക്. എടാ എവിടെയായിരുന്നു സാറന്മാര്? കാശും കൊണ്ടുപോയ പാണ്ടികൾ തപ്പി നടക്കായിരുന്നു. ഇവിടെ നടന്ന പുകല് വല്ലതും അറിഞ്ഞോ? എന്ത് പുകല്? നമ്മുടെ ക്ഷേത്രത്തിലെ കൃഷ്ണവിഗ്രഹം ഇന്നലെ ആരോ അടിച്ചോണ്ട് പോയി. കോടികൾ വിലയുള്ള വിഗ്രഹമാണെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞു. ഒറ്റയ്ക്ക് ആ എസ് ഐയുടെ മുമ്പിലൊന്നും ചെന്ന് പെട്ടേക്കല്ലേ. അമ്പലമുറ്റത്തൊരു നിരത്ത് കഴിഞ്ഞ അയാൾ ഇപ്പൊ പോയേ ഉള്ളൂ. ആ ചിന്നക്കുറുപ്പിനെയും പെണ്ണിനെയും പൊക്കാൻ പോയെന്നാ കേട്ടത്. നിങ്ങൾ സൂക്ഷിച്ചോ. എന്തിന്? നിങ്ങളെല്ലാവരും പാർട്ട്നേഴ്സ് അല്ലേ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഓക്കെ ബൈയേ. തീർന്നോ? വെളിയിൽ കിടന്ന വയറ് മൊത്തം ഞാൻ കടിച്ചു പൊട്ടിച്ചു. ഇനി എഞ്ചിനകത്ത് വല്ല ഉണ്ടെങ്കിൽ അതും കൂടെ കടിച്ചു പൊട്ടിക്കാം. എന്തിനാ സാറേ ഇതിന് മാത്രം വയറി വണ്ടിക്ക്? ഒരുമാതിരി ചെലന്തി വല കൂട്ടിയ പോലെ. താനിത് നന്നാക്കുകയാണോ അതോ നശിപ്പിക്കുകയാണോ? അതെ, എനിക്ക് പെട്ടെന്ന് പ്രതിയെ പിടിച്ചോണ്ട് വരാനുള്ളതാ. ഓ പിന്നെ എന്ന് പറഞ്ഞ പ്രതി ആൽത്തറയിലെ വന്നിരിക്കുവല്ലേ, ഇന്നാ വിലങ്ങ് വെച്ചോന്നും പറഞ്ഞ്. ഒന്ന് പോ സാറേ, വാച പഠിക്കും. എന്താടോ തനിക്കൊരു പുച്ഛം? എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ അന്വേഷിച്ചതിൽ വെറും 3 കേസ് മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ. അതിന് സാർ എത്ര കേസ് അന്വേഷിച്ചു? 3. അവിടെ എന്താ നടക്കുന്ന അറിയോ? ഇല്ല. വിഗ്രഹമോഷമായിട്ട് ബന്ധപ്പെട്ട അമ്പല കമ്മിറ്റി പ്രസിഡന്റ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ നാട്ടുകാർ ഒപ്പുശേരം നടത്തുകയാണ്. ഈ പരാതിമേൽ സാറിനെ പറ്റി നല്ല ഭൂഷീത പറഞ്ഞിരിക്കുന്ന കേൾക്കുന്നത്. എടോ പറയും, അമ്പല കമ്മിറ്റിക്കാർക്ക് എന്റെ മഹത്വം കറക്റ്റ് ആയിട്ട് അറിയാം. അതായി ഈ പ്രേംലാൽ. ഓക്കെ, ജസ്റ്റ് അവിടെ നിന്ന് പോയിട്ട് വരട്ടെ. പെട്ടെന്നാവട്ടെ. എന്റെ പണി എപ്പോഴേ കഴിഞ്ഞു. ഇനി ഒരു നല്ല വർക്ക്ഷോപ്പുകാരനെ വിളിച്ച് കാണിക്കാം. കാര്യങ്ങളൊക്കെ വായിച്ച് ബോധ്യപ്പെട്ടില്ലേ? ഇനി ഐശ്വര്യമായിട്ട് അവിടെ ഒപ്പിട്ടോ. ഇപ്പോഴെങ്കിലും പ്രസിഡന്റ് ഒരു നല്ല കാര്യം ചെയ്തില്ല, അത് മതി. എന്നെ പറ്റി പുകഴ്ത്തി എഴുതിയ കാര്യമല്ലേ, ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. അത് വേണ്ട. വേണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർക്ക് കൊള്ളഞ്ചേരി നിവാസികളുടെ അപേക്ഷ. ഞങ്ങളുടെ ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷണം പോയ കാര്യം അങ്ങ് അറിഞ്ഞിരിക്കുമല്ലോ. നന്നായിട്ടുണ്ട്. അതേ തുടർന്ന് നിരവധി അനർത്ഥങ്ങൾ ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണല്ലേ? ഞങ്ങളുടെ എസ് ഐ നിർഗുണനും ധൈര്യം ലെവലേശമില്ലാത്ത ആളും സർവോപരി മണ്ടനുമാണെന്ന് അറിയിച്ചുകൊള്ളാം. ആയതിനാൽ വിഗ്രഹം കണ്ടെത്താൻ ഒരു പുതിയ എസ് ഐയെ നിയമിച്ച് ഈ നാടിനെ രക്ഷിക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു എന്ന് നാട്ടുകാരായ വിശ്വാസികൾ. ഞാൻ പ്രതിയെ പിടിക്കുമെന്ന് ഉറപ്പായപ്പോൾ നിങ്ങൾ കേസ് വഴിതെറ്റിച്ചു വിടുകയാണല്ലേ? ഈ നാട്ടിൽ എന്ത് അനർത്ഥമുണ്ടായെന്നാണ് നിങ്ങൾ പറയുന്നത്? കേശവൻ നായരുടെ 2 പശുക്കൾ റബ്ബർ തോട്ടത്തിൽ കയറി ഉരുണ്ട് പെരണ്ട് വീണ് ചത്തില്ലേ? അത് അനർത്ഥമല്ലേ? ഈടോ, റബ്ബറിന്റെ ഇലയും പാലും കുടിച്ചാൽ ഏത് പശു ഉരുണ്ടടിച്ച് വീണ് ചാകും. സംശയം ഉണ്ടെങ്കിൽ താൻ എടുത്ത് കുടിച്ചു നോക്ക് റബ്ബറിന്റെ പാല്, താനും ചാകും. അത് അനർത്ഥമല്ല. അപ്പൊ ലൈമാൻ തങ്കപ്പൻ പോസ്റ്റിന് താഴെ വീണതോ? ഈടോ, കള്ളും കുടിച്ചോണ്ട് പോസ്റ്റിക്കർ കൈവിട്ട് താഴെ വീണാൽ പോസ്റ്റർ ആകും. അതും അനർത്ഥമല്ല. എന്നാ പിന്നെ നമ്മുടെ പ്രസിഡന്റിന്റെ മോളെ കറവക്കാരൻ അണ്ണാച്ചി അടിച്ചോണ്ട് പോയതോ? അതനർത്ഥമല്ലേ? അതനർത്ഥമാണ്. പ്രസിഡന്റിന്റെ മകളെ അടിച്ചോണ്ട് പോയ കറവക്കാർ അണ്ണാച്ചിക്ക് തികച്ചും അതനർത്ഥമാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ പെറ്റീഷൻ തയ്യാറാക്കിയത് ആരാണെന്ന് പറയേ. പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു അനർത്ഥം കാണേണ്ടി വരും. സാറ് പറഞ്ഞതുപോലെ ഇതും അനർത്ഥം അല്ലായിരിക്കും അല്ലേ? വാ നമുക്ക് പോവാം. കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തുരക്ഷിക്കാം. എടുത്തിട്ട് പോടോ ആ തേങ്ങാക്കൊല. അല്ല പ്രസിഡന്റെ, ഭഗവാൻ ഇല്ലാതെ എത്ര കാലം അമ്പലം പൂട്ടിയിടാൻ നിങ്ങളുടെ ഉദ്ദേശം? തിരുമേനിയുടെ ചൊറിയുന്ന വർത്താനം കേട്ട നഴ്സുമാർ ആശുപത്രി പൊട്ടിച്ച പോലെ ഞാൻ ഏതായാലും സമരം ചെയ്ത് അമ്പലം പൊട്ടിച്ചാണെന്ന് തോന്നുമല്ലോ. പ്രസിഡന്റിനോട് സെക്രട്ടറിയോടും എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഭഗവാൻ ഇല്ലെങ്കിൽ അമ്പലം ഇല്ല, അമ്പലം ഇല്ലെങ്കിൽ അമ്പല കമ്മിറ്റി ഇല്ല, അമ്പല കമ്മിറ്റി ഇല്ലെങ്കിൽ പ്രസിഡന്റ് ഇല്ല, സെക്രട്ടറി ഇല്ല. അത് ഞങ്ങൾക്ക് അറിയാവുന്ന കൊണ്ടല്ലേ മുഖ്യമന്ത്രിക്ക് നിവേദനം അയച്ചത്. പോലീസിനെ കൊണ്ട് ഈ കേസ് തെളിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. എന്നാ കുഞ്ഞിരാമനാണ് തെളിയിക്കുക. പോലീസിന്റെ കഴിവിനെ കുറ്റം പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ വിഗ്രഹം മോഷണം പോയേ പിന്നെ എനിക്കും സെക്രട്ടറിക്കും ഒന്നും നേരാൻ വണ്ണം മൂത്രമൊഴിക്കാൻ പോലും പറ്റിയിട്ടില്ല. അല്ലേ സെക്രട്ടറി? ഞാൻ മൂത്രമൊഴിച്ചല്ലോ. അതിവിടെ പറയണ്ട. സംശയം ഉണ്ടെങ്കിൽ ഈ പൂജാരിയോട് ചോദിക്കാം. വിഗ്രഹം എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റിയ ഒരാളെ എനിക്കറിയാം. ഒരു സ്വാമിയാണ്, സ്വാമി സദാനന്ദ ഭൂപതി. ഇതുപോലെ പല കേസുകളും സ്വാമി തെളിയിച്ചിട്ടുണ്ട്. സ്വാമി പണ്ട് CBI-യിലായിരുന്നിരിക്കും. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ കേസ് തെളിയിക്കാൻ സ്വാമി? അങ്ങനെ പുച്ഛിക്കാൻ പറ്റ സെക്രട്ടറി, നേരിട്ട് അനുഭവം ഉള്ളതുകൊണ്ടാ പറയണത്. സ്വാമി ഇപ്പൊ തലശ്ശേരി ഭാഗത്തുണ്ട്, അവിടെ ചെന്നൊന്ന് അന്വേഷിച്ചു നോക്ക്. എന്നാൽ നമുക്ക് സ്വാമിയെ വരുത്താം. എത്ര വന്നാലും ഒരു സ്വാമിയല്ലേ, അതിന്റെ പുണ്യം നാടിനുണ്ടാവും. എന്നാ വൈകണ്ട, സ്വാമിയെ ഞാൻ തന്നെ പോയി കൊണ്ടുവരാം. അയ്യടാ, അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാ മതി. പോകാനും വരാനും ഒക്കെ അല്ലേ ഞങ്ങളിവിടെ ഉള്ളത്. നിങ്ങളൊക്കെ പിരിവ് കൃത്യമായിട്ട് തന്നോണ്ടിരിക്കുക. പിന്നെ ഈ തലശ്ശേരി ഭാഗത്തേക്ക് ഞാൻ വെടിപ്പായിട്ടൊന്നും പോയിട്ടില്ല. ഒരു AC കാർ തന്നെ വിളിച്ചോ, ആഘോഷം ആയിക്കോട്ടെ. ഇരുന്നാ നോവരുത്, അത്രേ ഉള്ളൂ. ഓം ഗംഗണപതായേ നമഃ.
ഈ ക്ഷേത്രത്തിൽ നിന്നും കളവുപോയ വിഗ്രഹം എനിക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കണമേ. എന്നെ ഈ കേസിൽ നിന്നും മാറ്റാൻ മറ്റാരും ശ്രമിക്കണ്ട. എനിക്ക് തന്നെ വിഗ്രഹം കണ്ടെത്താൻ സാധിക്കണമേ. കാത്തോളിനെ ഗണപതി ഭഗവാനേ സ്വാമിയേ. ഞാൻ അടിച്ചു പൊട്ടിച്ച തേങ്ങ തേങ്ങക്കൊക്കെ എന്ത് വിലയാണെന്ന് അറിയാം. വീട്ടിൽ ചമ്മന്തി അരയ്ക്കാൻ പറ്റിരുന്ന തേങ്ങയാണ്. നാണമില്ലാതെ വന്ന് നുള്ളി പറക്കണ കണ്ടില്ലേ? അതെ, നിങ്ങൾ എന്നെ മാറ്റാൻ മുഖ്യമന്ത്രിക്കല്ലേ നിവേദനം കൊടുത്തിട്ടുള്ളൂ. ഞാൻ ഗണപതി ഭഗവാനാണ് നിവേദനം കൊടുത്തിരിക്കുന്നത്. ആര് ജയിക്കുമെന്ന് കാണാം. ചവിട്ടിയെടുത്ത് വണ്ടി നിന്ന് അണ്ണാച്ചിങ് ഗ്രൂപ്പ് ഈ ടെന്റിനകത്തുണ്ടാവും. പോയി ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കോ. സാർ. സാർ അങ്ങോട്ടല്ല ഇങ്ങോട്ട് വാ. എങ്ങോട്ട് എവിടെയാടാ പാണ്ടി വിഗ്രഹം? കൈ തരിക്കുന്നു. അയ്യോ അണ്ണാച്ചി, ഞങ്ങൾ ഒന്നും ചെയ്യല്ലേ അണ്ണാച്ചി. മുല്ലപ്പറിയാരുടെ വൈരാഗ്യം ഇവിടെ തീർക്കല്ലേ അണ്ണാച്ചി. കടവുൾ മാതിരി തന്നെ. വെടിവെച്ച് പോകരുത്, ആനങ്ങിക്കളയും. ഡയലോഗ് തിരിഞ്ഞു പോയി. അനങ്ങി പോകരുത്, വെടിവെച്ച് കളയും. വേണ്ട സാർ, വേണ്ട സാർ. ഇനി ഞങ്ങളെ ഇവിടെ അടിക്കാൻ മുടിയാന്ന് സൊല്ലു സാർ. ഇയാൾ അനങ്ങില്ലല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് ആയിട്ട് മറുപടി പറയണം. കൊള്ളഞ്ചേരി ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷണം പോയ അന്നേ ദിവസം തന്നെ നീയും കൂട്ടരും അവിടുന്ന് മുങ്ങി ഇവിടെ വന്ന് ടെൻകടിച്ചു. പറ, ഇതിൽ നിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കണം? എനിക്ക് தெரியாது. നിന്നെ ഞങ്ങള് തിരിച്ചോളാം, നീ തിരിയണ്ട. പറയടാ, ആരാടാ ഈ മുനിയപ്പ? സ്പോൺസർ സാർ. ഇപ്പൊ പിച്ചക്കാർക്കും തെണ്ടികൾക്ക് വരെ സ്പോൺസർമാരോ? കേട്ടുകളയും ഞാൻ. സാർ പണ്ടത്തെ പോലെയല്ല, ഇവന്മാർക്ക് ഇപ്പൊ യൂണിയനൊക്കെ ഉള്ളതാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ അടി പാർസലടി വീട്ടിലേക്ക് വരും. അറിയാം. എന്നാൽ പിന്നെ ഇവിടെ വെച്ചുള്ള ചോദ്യം ചെയ്യൽ വേണ്ട. എല്ലാത്തിനെയും പറയ്ക്ക് വണ്ടിയിലോട്ട് ഇറോ, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ. അപ്പൂന് IAS സെലക്ഷൻ കിട്ടി. ഇന്നത്തെ പത്രത്തിലുണ്ട്, ഫോട്ടോയുണ്ടെന്നാ. ഒന്നിനൊന്നൊന്നും പറഞ്ഞ് കെട്ടിക്കാറായി നിക്ക. ഒന്നിനെങ്കിലും കെട്ടിക്കാനുള്ള കാശുണ്ടാക്കാൻ ശിവനെ കൊണ്ടായിട്ടുണ്ടോ? നാട്ടുകാരൊക്കെ ചോദിക്കുക അപ്പൂന് എവിടുന്ന ഈ കാശെന്ന്. എനിക്കും അതറിയണം. വല്ല പാപം ചെയ്തിട്ടാണ് ഈ പണം ഉണ്ടാക്കിയതെങ്കിൽ ഭഗവാന്റെ ശിക്ഷ പുറകെ വരും, അത് മറക്കണ്ട. അമ്മൊന്നും ഉണ്ടായിരുന്നേ. നീ ഇങ്ങോട്ട് വന്നു. പറയടാ, അമ്മയുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ ചോദിക്കാതിരുന്ന അച്ഛന്റെ ഓപ്പറേഷൻ നടക്കുന്ന നിനക്ക് എവിടെ ഇത്രയും കാശ്? അത് എന്റെ ഒരു ഫ്രണ്ട് തന്നതാ. ഏത് ഫ്രണ്ട്? എന്റെ എല്ലാ ഫ്രണ്ട്സിനെയും നിങ്ങൾ അറിയോ? എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ നിങ്ങൾ അതിൽ രണ്ടുപേര്, അത്രയല്ലേ ഉള്ളൂ. ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മൾ കൂട്ടുകാരാണ്. ഞങ്ങൾ അറിയാത്തൊന്നും എന്റെ ജീവിതത്തിലും നീ അറിയാത്തൊന്നും ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ല. അതാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ ഇപ്പൊ നീ ഞങ്ങളിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട്. ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. കൊറേ നേരമായി നിന്നെ ഞങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. പണം വാങ്ങാൻ വേണ്ടി ചിന്നക്കറപ്പിന്റെ അടുത്ത് പോകുമ്പോ നിന്റെ അടുത്തൊരു 10 പൈസയില്ലെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. സത്യം പറ, ഒറ്റ രാത്രി കൊണ്ട് നിനക്ക് എവിടെ നിന്ന് ഞാൻ പറയുന്നു. അപ്പു, ഒരൊറ്റ രാത്രി കൊണ്ട് നിന്റെ ജീവിതത്തിൽ എന്ത് അനുഭവം സംഭവിച്ചത് ഞങ്ങൾക്ക് അറിയില്ല. തുറന്നു പറഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മരണം വരെ ഞങ്ങൾ കൂടെ നിൽക്കും. വേണ്ട, നിർബന്ധിക്കണ്ട. നിക്കണ, ഞാൻ പറയാം. എന്തേ പാതിരാത്രിയില് എന്ത് പറ്റി? അകത്തേക്ക് ഇരിക്ക. എന്തത് വിഗ്രഹം? ഇത് നമ്മുടെ അമ്പലത്തിലെ കൃഷ്ണവിഗ്രഹമല്ലേ? താൻ എന്ത് പണിയാ കാണിച്ച അപ്പുകുട്ട? എടോ, താൻ ശ്രീകോവില് കുത്തി തുറക്കുന്ന ആരെങ്കിലും കണ്ടോ? എന്ത് പണിയാ കാണിച്ച എന്റെ അപ്പുകുട്ട? പ്രശ്നം വേണ്ടി അച്ഛനെ രക്ഷിക്കണം, അതിനെനിക്ക് പണം വേണം മുതലാളി. തന്റെ അച്ഛനെ ചികിത്സിക്കാൻ എത്ര രൂപ വേണ്ടി വരും? ഒരു 4-5 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. 4-5 ലക്ഷം രൂപ ഒന്നും ഇതിന് കിട്ടില്ല. കൂടി വന്നാൽ പുരാവസ്ഥ ആയതുകൊണ്ട് ഒരു 50,000 രൂപ കിട്ടും. പിന്നെ
തന്റെ അച്ഛന്റെ കാര്യമായതുകൊണ്ട് ഒരു 1,00,000 രൂപ തികച്ചു തരാം. ഞാനിത് തരില്ല മുതലാളി. ഞാനിത് മറ്റാർക്കെങ്കിലും വിറ്റോളാം. 1,00,000 കൊണ്ട് ഒന്നിനും ആവില്ല മുതലാളി. എടാ അപ്പുകുട്ട, വേണ്ട മുതലാളി. ഞാൻ പറയുന്നത് ഉറക്കം പോയത് വെറുതെ. ഡാ ആരാ? അപ്പുകുട്ട, എടാ മോനെ, ഇത് ഞാനാ SS നായർ. നീ വാതിൽ തുറക്കടാ. ഇതിൽ 2,00,000 രൂപയുണ്ട്. നീ ആ വിഗ്രഹം എടുത്ത് എന്തെങ്കിലും ആവട്ടെ. ഏയ് 2,00,000 മതിയാവില്ല മുതലാളി. ഞാൻ പറഞ്ഞില്ലേ 5,00,000 വേണമെന്ന്. എങ്കിലും അച്ഛന്റെ ഓപ്പറേഷൻ നടത്താൻ പറ്റൂ. അപ്പൊ ഞാൻ പറഞ്ഞാ നീ അനുസരിക്കില്ല അല്ലേ? ഞാൻ പോലീസ് അപ്പോ നീ അത് ചെയ്യരുതായിരുന്നു. ആരെങ്കിലും അറിഞ്ഞാ? എടാ, നിനക്ക് IAS സെലക്ഷൻ കിട്ടിയിരിക്കുവല്ലേ, അതെങ്കിലും ഓർക്കണ്ടായിരുന്നു. ഇല്ല, ഒന്നും ഞാൻ ഓർത്തില്ല. ഒരു ആയുസ് മുഴുവൻ എനിക്ക് വേണ്ടി ജീവിച്ച എന്റെ അച്ഛനെ കൊല്ലാൻ എനിക്ക് പറ്റില്ല. അതിന് ഈ ജോലിയും സ്ഥാനവും മാനവും ഒന്നും എനിക്ക് പ്രശ്നമല്ല. എന്തായാലും നീ ആ വിഗ്രഹം വിറ്റില്ലല്ലോ, അതന്നെ വലിയ ആശ്വാസം. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം, പെട്ടെന്ന് വേണം. സ്വാമിയെ കാണുന്നില്ല പ്രസിഡന്റ്. സ്വാമി തലശ്ശേരിന്ന് പുറപ്പെട്ടിട്ട് ഇത്തിരി നേരായി. വന്നേക്കും. വരും, വരാതിരിക്കില്ല എന്ന് തന്നെയല്ലേ പറഞ്ഞത്. പിന്നെ സർവേശ്വരാണാം ദീക്ഷണേ നിത്യം സാന്നിധ്യമസ്മാദീക്ഷണേ അനുകൂലേ പ്രായോനുകൂല സകലസ്ഥദേവാസ്തൽപ്രാതികൂല്യേ സതിനാനുകൂല പൂർവകർമ്മഫലം ഭോക്തും ജനോ യതിക ജീവനം ആയുസ്തൽ കർമ്മശക്യാസ്യ ദീർഘമധ്യാൽപദാധികം പൂർവജന്മാർജിതം കർമ്മ ശുഭം വാ യദി വാ ശുഭം തസ്യ ഭക്തിം ഗ്രഹ സർവേ സൂചയന്തീഹ ജന്മനി. മൂർത്തിത്വേ പരികൽപിത ശശഭൃതോ വത്മ പുനർജന്മന മാദേന്യത്യാത്മവിഭാം ക്രതുശ്ച യജതാം ഭർത്താമര ജ്യോതിഷ ലോകനാം പ്രളയോ ഭയസ്ഥിതി വിഭുശ്ചാം നേകത യ ശ്രുതേത ത്രൈലോക്യ ദീപോരഹ. സുബ്രഹ്മണ്യായ നമഃ. ആ കള്ളം ഭൂപതിയുടെ ഒരു കള്ള ലക്ഷണം കണ്ടോ? അതെ സാർ. എന്താ അയാളുടെ വിചാരം? 4 കവടി നിരത്തി വെച്ച കള്ളന്മാരൊക്കെ ചെന്ന് അയാളുടെ കാല് പിടിക്കുമെന്ന. സാർ അയാൾ അത്ര നിസ്സാരനാക്കണ്ട. കുറച്ചു നേരം കൊണ്ട് ഈ നാട്ടുകാരെ മൊത്തം കയ്യിലെടുത്ത വിദ്വാനാങ്ങരെ കണ്ട. എന്തെല്ലാം അത്ഭുതങ്ങളാ. എന്താ അല്ല, അയാൾ കാട്ടി കൂട്ടുന്നേ.